പ്രകാശൻ അഹങ്കരിച്ച അഹങ്കാരത്തിനൊക്കെ പ്രകാശന് നല്ല 8ന്റെ പണി തന്നെ കിട്ടണം. അങ്ങനെ പ്രകാശൻ തകർന്ന് തരിപ്പണായി പോവാ. താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന കണ്ട് സമാധാനം തെറ്റോടെ പ്രകാശന്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു ശരി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് രാഹുല് വന്നിട്ട് മനോഹറിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, എന്തിനായിരിക്കും പോലും, എന്തോ കാര്യമുണ്ട്, എന്തോ കുഷ്ഠതര ഒപ്പിക്കാൻ വേണ്ടിട്ടാ നിന്റെ അച്ഛൻ മനുമോനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയേക്കെന്ന് പറയണം. എനിക്കറിയാം എന്തോ ഒരു തന്ത്രമുണ്ട് അച്ഛന്റെ ഉള്ളില്. മിക്കവാറും കണ്ടു മനുവേട്ടന്റെ ചീത്ത പറയാനായിട്ടായിരിക്കും. മനുവേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നൊന്നും അച്ഛൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മനുവേട്ടൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാന്ന് തോന്നുന്നു അച്ഛന്റെ ഉദ്ദേശം. അങ്ങനെ എങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനാണെന്ന് ഞാൻ നോക്കത്തില്ലെന്ന് പറയണം. അത് ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് മോളെ, മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. മര്യാദയാണ് മര്യാദ. എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ, ഭർത്താവാന്നല്ലെന്ന് ഓർത്തോണ്ടാ ഇത്രയും കാലം സഹിച്ചേ. ഇനി ഞാനങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഈ സമയം മനോഹറിനെ വിളിച്ച് പുറത്തേക്ക് രാഹുൽ അങ്ങോട്ട് പോയി. പിന്നീട് രാഹുൽ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടെ സ്ഥലം വേണമെന്ന് പറയാം. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റുമോ അമ്മായിച്ച? അതെ എനിക്ക് തരാനുള്ള പണം അത് കിട്ടണമെന്ന് പറയാം. ഓഹോ, പണം കിട്ടിയാലോ അപ്പൊ നീ പോകത്തുള്ളൂ അല്ലേന്ന് ചോദിക്കണം. പണം കിട്ടിയാലേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ അറിയാലോ അമ്മായിച്ചന്റെ കള്ളത്തരം ഇപ്പോഴാണ് എനിക്ക് പൊളിച്ചെടുക്കാൻ പറ്റിയ സമയം. അപ്പുറത്ത് കിടപ്പുണ്ട് ഹോസ്പിറ്റലില് താര, അറിയാലോ. ഒരു സൂചന കൊടുത്താൽ മതി. ഈ പറയുന്ന സരുവിനാണെങ്കിലും ശാരിയാന്റെ ആണെങ്കിലും അതോടുകൂടി എന്റെ അമ്മായിച്ചനെ അവര് വലിച്ചു കീറൂന്ന് പറയണം. എടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയണേ? എന്നെ അങ്ങനെ വെറുതെ പറഞ്ഞു വിടാമെന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് ധാരാളം പണം തരാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയാം. ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല, ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായതിനു ശേഷം അവിടെ നിൽക്കുന്നേ. ഇപ്പൊ ഞാൻ നേരത്തെ ആ സ്റ്റാൻഡ് വരേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, പണം കിട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ആ നിശ്ചയമായിട്ടുള്ള അതും അങ്ങോട്ട് അങ്ങനെ കലങ്ങിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് അവിടെയെങ്കിലും ഒരു പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം തരുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി അധികം വൈകാതെ തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണ്ടല്ലോ, ഞാൻ വെറുതെ കിടത്തില്ലെന്ന് പറയാം. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അറിയാലോ ഇപ്പൊ തന്നെയാണെങ്കിലും നല്ല ചൂട് പിടിച്ചിരിക്കും എന്റെ അമ്മായിമ്മ. എന്തേലും ഒന്ന് ചെന്ന് പറഞ്ഞാൽ മതി, എന്റെ അമ്മായിച്ചിനെ എടുത്തിട്ട് കൊടയെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കയറിപ്പോവാണ്. കൊണ്ട് മനസ്സിലായി ഇവൻ ഒരു നാടേക്കൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ലാന്ന്. ആ സമയം പ്രകാശനും ഭാനുമതി മുത്തശ്ശി എല്ലാരും ഭയങ്കര ആഘോഷത്തിലായിരുന്നു. പ്രകാശനൊപ്പം രാജപ്പണ്ണും ബാലനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വരികയാണ്. മുത്തശ്ശിനെ കണ്ടത് രാജപ്പണ്ണൻ ചോദിച്ചു, എന്താ ഭാനുമതി അമ്മേ അടിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മുത്തശ്ശി വേണ്ട വേണ്ടെന്ന് പറയണം. അല്ല എന്താണ്, മകന്റെ കല്യാണം അല്ലേ, വലിയ കോടീശ്ശേരി ആകാനൊക്കെ പോവല്ലേ, അപ്പൊ ഇച്ചിരി കഴിച്ചോണ്ട് എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എന്നാലാട്ടേന്ന് പറഞ്ഞാൽ ചെല്ലുകയാണ്. പിന്നെ ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് മദ്യപിക്കുന്നുണ്ട്. മദ്യപിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി ഒന്നുകൂടെ അങ്ങോട്ട് ഉഷാറായി. പിന്നെ അവിടെ ഡാൻസ് ഒക്കെ തുടങ്ങി. അങ്ങനെ പ്രകാശനും ബാലനും രാജപ്പണ്ണനും മുത്തശ്ശി എല്ലാരും കൂടെ പാട്ടൊക്കെ വെച്ച് നമ്മള് ഡാൻസ് കളിക്കാണ്. കൂടെ വിക്രമും കൂടി. അങ്ങനെ അവരങ്ങ് സന്തോഷിക്കണം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എത്ര കാലത്തിന് ശേഷം അല്ലേടെ മോനെ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവുന്നേ. പ്രകാശം പറഞ്ഞു, അതേന്നെ, നാളെ മുതൽ നമ്മൾ ആരാ, ഞാൻ രാജാവ്. പിന്നെ എന്താ, പൈസക്ക് പൈസ, ഒന്നിനൊരു കുറവുണ്ടാകത്തില്ലെന്ന് പറയണം. അങ്ങനെ ആഘോഷം എല്ലാം കഴിഞ്ഞു. പക്ഷെ ആഘോഷത്തിന്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു വിക്രം. കാരണം ഇതെല്ലാം കിരണും കല്യാണിക്കും കൊടുക്കണം. മാത്രമല്ല തന്റെ ആദ്യത്തെ അമ്മയ്ക്കൂടെ കൊടുക്കണം. അവർക്ക് കൊടുത്തിട്ട് അവരിത് കാണണം. അവർക്ക് അങ്ങനെ അസൂയ നോക്കണം. തങ്ങളിപ്പം നിൽക്കുന്ന ഏത്
എത്ര നല്ല ഉയരത്തിലാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്ര നല്ല ജീവിതമാണെന്ന് അവരറിയണം. അതൊക്കെ ഓർത്തിട്ടാണ് വീഡിയോസ് ഒക്കെ പിടിക്കുന്നത്. പിന്നീട് അതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഭാനുമതി മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു, അതെ നാളെ നിന്റെ കല്യാണം, ആ ഒരു ഓർമ്മ വേണം. രാവിലെ തന്നെ എഴുന്നേക്കണം, കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോകാനുള്ളതെന്ന് പറയണം. ഇത് കേട്ടൻ പ്രകാശൻ പറഞ്ഞു, അത് പിന്നെ അമ്മ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ പ്രകാശ സന്തോഷത്തോട് പോയി ബെഡിലേക്ക് വീഴണം. നാളെയാണ് കല്യാണം. ഇത്രയും കാലത്തിന് ശേഷം താൻ ആദ്യമായിട്ട് മഹാലക്ഷ്മിനെ കാണാനായിട്ട് പോവാണ്. ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും. കാർത്തിക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, അതുപോലെ തന്നെയായിരിക്കും അവളിരിക്കുന്നത്. ഇനി ഇപ്പൊ സൗന്ദര്യം ഇച്ചിരി കുറവാണെങ്കിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? പൂത്ത കാശല്ലേ കിട്ടാനായിട്ട് പോകുന്നേ. നാളെ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ താൻ ആരാ? കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിന്റെ MD-യുടെ അച്ഛനല്ലേ? അങ്ങനെ ആ ഒരു സ്ഥാനം കൂടെ തനിക്ക് കിട്ടാൻ പോവാ. അതൊക്കെ ഓർത്ത് വലിയ സന്തോഷത്തോട് പോയിട്ടാണ് പ്രകാശൻ കിടക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. പ്രകാശൻ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ നീ പോയിട്ടോ, എനിക്ക് സമയമില്ല, കാരണം എനിക്ക് ഒരുങ്ങാനുണ്ട്. ദേ കാർത്തികമോള് പറഞ്ഞിട്ടുണ്ട് രാവിലെ ബ്യൂട്ടീഷ്യൻ വരുമെന്ന്, അപ്പൊ എനിക്ക് ഒരുങ്ങാനുള്ളതല്ലേന്ന് ചോദിക്കണം. ആ ശരി ശരി അമ്മ റെഡി ആയിക്കോ, ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാന്ന് പറയണം. അങ്ങനെ പ്രകാശ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി അങ്ങോട്ട് തൊഴാനായിട്ട് അങ്ങോട്ട് കയറുന്ന സമയത്താണ് അങ്ങോട്ട് ദീപ വരുന്നുണ്ട്. ദീപ തൊഴുതിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പ്രകാശം പെട്ടെന്ന് ദീപനെ കണ്ട് അവിടെ നിന്നു. ഓഹോ, രാവിലെ എന്ത് പറ്റി? പതിവിലും വീര്യതുമായിട്ട് നീ ക്ഷേത്രത്തിലേക്കൊക്കെ എന്ന് ചോദിക്കണം. ഇത് കേട്ടൻ ദീപ പറഞ്ഞു, അതിന് ക്ഷേത്രത്തിൽ വരണതിന് നിങ്ങൾ അനുമതി വേണമെന്ന് ചോദിക്കണം. ഓ, ഇനിയിപ്പൊ കല്യാണം നടക്കില്ലെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? എന്റെ കല്യാണം മുടങ്ങാനായിട്ട് നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിക്കാണോ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടത് ദീപ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. മുടങ്ങാനുള്ള കല്യാണമാണെങ്കിൽ വഴിപാട് നടക്കാതെ തന്നെ മുടങ്ങുമെന്ന് പറയണം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, അങ്ങനെയാണ് നീ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതിന്റെ ആവശ്യം എന്തായിരിക്കുന്നേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയണം. ഇനിയിപ്പം നീ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് കാര്യമില്ല ദീപേ, കാരണം എന്റെ കല്യാണം ഒന്ന് നടക്കും നല്ല ആഘോഷമായിട്ട് തന്നെ. കാരണം എനിക്കിപ്പം ശുക്രൻ ഉദിച്ചിരിക്കുക അറിയാലോ, അതുകൊണ്ട് നീ എന്തൊക്കെ നോക്കിയാലും അതൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയാം. ഇത് കേട്ട് കഴിയുമ്പോ ദീപ പറഞ്ഞു, ആയിക്കോട്ടെ. പ്രകാശം പറഞ്ഞു, കുറെ കാലത്തിന് ശേഷം ഞാനൊന്ന് സന്തോഷിക്കാൻ പോവാ. ഞാൻ മാത്രല്ല, നിന്റെ മോനും പിന്നെ എന്റെ അമ്മയുണ്ടല്ലോ. നീയൊക്കെ പുറന്തള്ളി വിട്ടില്ലേ? നിനക്ക് ഇച്ചിരി ക്യാഷ് കിട്ടിക്കഴിഞ്ഞപ്പോ നീ എന്താ എന്നെ വെറും കറിയാപ്പില വരെ തള്ളിക്കളഞ്ഞു. ദേ ഇപ്പൊ ഞാൻ വീണ്ടും കോടീശ്വരൻ പോവാടി. ആ കാഴ്ച കാണാൻ നീ വരണം. നീ മാത്രമല്ല, ദേ നിന്റെ മോളും നിന്റെ മരുമോനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ അവരെയൊക്കെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, അവരും കാണട്ടെ ഈ കാഴ്ച എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദീ പറഞ്ഞു, ആയിക്കോട്ടെ. അതെ, കല്യാണം നടക്കുവാണെങ്കിൽ എന്നാണല്ലോ ആ കാഴ്ച കാണാൻ ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ദീപനെ കുറെ കൂടെ ചീത്ത പറഞ്ഞിട്ടാണ് പ്രകാശ സന്തോഷത്തോടെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറെ അർച്ചനകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. തിരുമേനി ചെണ്ട ഭയങ്കര സന്തോഷത്തിനാണല്ലോ. അത് പിന്നെ സന്തോഷിക്കാതിരിക്കുന്ന എങ്ങനെയാ തിരുമേനി? ഇന്ന് എന്റെ കല്യാണം അല്ലേ? കല്യാണോ? അതെ, ഇന്ന് എന്റെ കല്യാണമാന്ന് പറയണം. തിരുമേനി, ആഹാ കൊള്ളാലോ, അതെ ഒരു കോടീശ്വരനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയണം. പിന്നെ അറിയാലോ, ഈ വരുന്ന ഉത്സവമൊക്കെ കഴിഞ്ഞ് എന്താണെങ്കിലും ഞാനും എന്റെ മഹാലക്ഷ്മിയും കൂടെ ചേർന്നിട്ടായിരിക്കും നടത്തുന്നതെന്നൊക്കെ പറയണം. അങ്ങനെ വലിയ വീമ്പോർത്താനം ഒക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ദീപ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ദീപ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും കല്യാണിക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ദീപ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ വെച്ച പ്രകാശനെ കണ്ടായിരുന്നു പറയണം. അയാൾ എന്തെങ്കിലും പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞോന്നോ? അയാളുടെ സ്വഭാവം അല്ലേ മോളെ, എന്നെ കുറെ വെല്ലുവിളികളൊക്കെ നടത്തി. ഞാൻ വിട്ടുകൊടുക്കാൻ പോയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിതിനെ മിണ്ടായിരിക്കണ്ടേ? അയാൾ എന്റെ ആരുമല്ല. അയാള് പോയി ചാടട്ടെ, അങ്ങനെ ഊരാക്കുടുക്കലേക്ക് ചാടട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണം പറഞ്ഞു, അതെ കാർത്തേച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണ മുഹൂർത്തത്തിന് 10 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ ഓഡിറ്റോറിയത്തേക്കെല്ലാം അങ്ങോട്ട് എത്തിയേക്കണം, രജിസ്റ്റർ ഓഫീസിലേക്ക്. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞു? എന്തോ കാര്യമുണ്ട്. ഒരു കാര്യമില്ലാതെ കാർത്തേച്ച് അങ്ങനെ പറയത്തില്ലോ. കാരണം പ്രകാശനിട്ട് പണി കൊടുക്കാൻ പോകുന്ന ആരാ? ലക്ഷ്മിയമ്മയല്ലേ. അപ്പൊ എന്തോ പണി കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മുഹൂർത്തത്തില് നമ്മൾ ആ നിമിഷത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോ എന്തേലും നമുക്കായിട്ട് നല്ലൊരു കാഴ്ച ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മള് കൺകുളിർക്കെ കണ്ട കാഴ്ച. അതുകൊണ്ട് അമ്മയും കൂടെ വരണമെന്ന് പറയണം. ഞാൻ വരണം പോലെ നിൽക്കും. അമ്മ വരണം, അമ്മ വരാതിരിക്കരുത്. അല്ല നമ്മുടെ കല്യാണം നടക്കും. ഇനി എങ്ങനെ നടക്കാനമ്മേ? ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. അമ്മയും കൂടെ വരണം, നമുക്ക് ആ കാഴ്ച കാണും. പ്രകാശൻ തകർന്ന് തരിപ്പണായി പോകുന്ന കാഴ്ച കാണാൻ വേണ്ടിട്ട് ഞാൻ റെഡിയായി. അമ്മയും കൂടെ പോയി റെഡിയാവാൻ പറയാണ്. അങ്ങനെ ലക്ഷ്മി അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് പ്രകാശ് ക്ഷേത്രത്തിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഭാനുമതി മുത്തശ്ശി എന്നിട്ട് ചോദിച്ചു, എടാ മോനെ നീ എന്താ എത്ര താമസിച്ചെന്ന് ചോദിക്കാം. എന്റെ അമ്മേ, ആ ക്ഷേത്രത്തിലേക്ക് എടുത്ത് അവള് വന്നിട്ടുണ്ടായിരുന്നു, ആ ദീപം. അവളെന്തിനാ അങ്ങനെ വന്നേ?
ചിലപ്പോ വിവാഹം മുടങ്ങണേന്ന് പോലെ നേർച്ചയുള്ള വഴിപാടുകൾ നടത്താൻ വന്നായിരിക്കും. എന്റെ മുന്നിൽ നിന്ന് അവള് കുറെ ഞങ്ങൾ പ്രസംഗിച്ചവള്. അവളെ ഞാൻ പഞ്ഞി കെട്ടിട്ടാ വരുന്നേന്ന് പറയണം. അതെന്തായാലും നന്നായി ഇന്ന് തന്നെ അവളെ കണ്ടത്. അവള് കല്യാണത്തിന് വരുമോ വേണ്ടി ചെയ്യുവോ? വരുമോന്നൊന്നും എനിക്കറിയത്തില്ല. വരണമെന്നാ പറയണേ. അവളെ വന്ന് കാണട്ടെ എന്ന് പറയാണ്. ഞാൻ മഹാലക്ഷ്മിയുടെ കഴുത്തിൽ താലി അടത്തുന്നേ. അതേടെ മോനെ, ആ കാഴ്ച കാണാം. നീ പോയി പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറയണം. അങ്ങനെ പ്രകാശം പോയി ഒരുങ്ങി അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും കാർത്തികയുടെ കോള് വന്നു. കാർത്തിക ചച്ച നിങ്ങൾ ഇറങ്ങിയെന്ന് ചോദിക്കും. ഇപ്പൊ തന്നെ ഇറങ്ങും മോളെന്ന് പറയണം. അതെ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തുമെന്ന് പറയണം. ശരി ശരി എന്ന് പറഞ്ഞിട്ട് പ്രകാശം വെക്കുക. ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വന്നു. പിന്നീട് പ്രകാശം എന്ത് ചെയ്യാണ്? വെറ്റില അടക്കിയൊക്കെ എടുത്ത മുത്തശ്ശിക്ക് ദക്ഷിണയെ കൊടുക്കണം. കല്യാണത്തിന് പോകുന്നല്ലേ, അപ്പൊ ദക്ഷിണയെ കൊടുത്തിട്ട് വേണ്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അങ്ങനെ എല്ലാ ആശീർവാദ അനുഗ്രഹങ്ങളും കൂട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. പിന്നീട് പുറകെ തന്നെ വിക്രമും ഭാനുമതി മുത്തശ്ശി ആരെല്ലാം കൂടെ ചെല്ലുവാണ്. അങ്ങനെ പ്രകാശം വലിയ കരം ഗാംഭീര്യത്തോട് കൂടിയിട്ട് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഒന്ന് ഇറങ്ങുവാണ്. അങ്ങനെ കാറിലൊക്കെ ചെന്നിറങ്ങും. പ്രകാശിന്റെ വിചാരം താൻ ഏതാണ്ട് വലിയ രാജാവാണ്, വലിയ ആനപ്പുറത്ത് വരുന്ന ഒരു സ്റ്റൈലിൽ അങ്ങോട്ട് പോയി ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് ചുറ്റുമൊക്കെ നോക്കി. ആ സമയത്ത് കാർത്തികനെ ഒന്നും കണ്ടില്ല. പ്രകാശം വിളിച്ചു, അല്ല മോളെ, ഇതിനിടെ നിങ്ങളെ കണ്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുള്ള അച്ഛാന്ന് പറയണം. അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് പോയി നിൽക്കുമ്പോഴല്ലേ പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നേ. പ്രകാശന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നെ നടക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. പ്രകാശിന്റെ വിവാഹ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ തകർന്ന് തരിപ്പണമായി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ.